സോ ഇവിടെ കൊണ്ടുവരുന്നത് 6 കിലോമീറ്റർ അകത്താണ് ഇവരുള്ളത് അല്ലേ? അതെ അതെ, ഒരു നടക്കാൻ പോകണമെങ്കിൽ 6 കിലോമീറ്ററാണ് അകത്തുകൊണ്ടാണ് പറയുന്നത്. എങ്ങനെ ഇവരുടെ ആരോഗ്യനില എങ്ങനെയാണ്? കുഴപ്പമില്ലാണ് പറയുന്നത്. സോ ശുഭസൂചകമായ വാർത്ത. ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ഇപ്പൊ കിട്ടിയിട്ടുണ്ട്. കൂടുതലായിട്ട് ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കും ടീമിക്ക്. വളരെ ആശ്വാസകരമായ. ഇപ്പൊ എത്ര ടീം അവരുടെ ഒപ്പം ഉണ്ട്? അതിലുണ്ട് ആൾമോസ്റ്റ് ഒരു 10 to 15 ആൾക്കാരാണ് ഉള്ളത്. അറക്കമുത്തിയാണ്. എങ്ങനെ അവർ നടത്തിക്കൊണ്ട് വരാൻ കഴിയുമോ? അവർ നടന്നു വരുമോ? നടക്കാൻ പോകണമെങ്കിൽ ഒരു 6 കിലോമീറ്റർ ഉണ്ടാണ് പറയുന്നത്. പന്തപ്ര ഭാഗത്തേക്ക് വരും. ഇല്ല, അറക്കമുത്തി എന്നത് ഈ സൈഡാണ്, ലെഫ്റ്റ് സൈഡാണ്. സാർ, ഇവര് നടത്തിക്കൊണ്ട് വരാൻ കഴിയുമോ? എങ്ങനെയാണ്? കുഴപ്പമില്ലാണ് പറയുന്നുണ്ട്. ഇപ്പൊ ഇൻഫർമേഷൻ ഇനി കൂടുതലായിട്ട് ഇൻഫർമേഷൻ നമുക്ക് ചോദിക്കാം. 3 പേരുണ്ടോ? 3 പേരുണ്ട്. സേഫ് ആയിട്ടുള്ള സ്ഥലമാണ് ഉള്ളത്. സോ ഈ സൈഡ് ചിലപ്പോൾ ആ സൈഡ് വരാൻ സാധ്യത ഉണ്ടാവും. 6 കിലോമീറ്റർ നടന്നു തന്നെ വരേണ്ടി വരും. അതെ അതെ അതെ, യെസ്. ഈ ഭാഗത്ത് നമുക്ക് റോഡ് വഴിയില്ല. സോ നടക്കാനേ പറഞ്ഞിട്ട് അവർക്ക് അവരുടെ അടുത്ത് സംസാരിക്കാൻ പറ്റും. അവർക്ക് അങ്ങനെ ഇനി ഇൻഫർമേഷൻ ആയിട്ട് കിട്ടിയിട്ടില്ല. നമുക്ക് ചോദിക്കും. ചോദിച്ചതിന് ശേഷം അത് കൺഫേം ആണ്. ഓക്കെ. വളരെ വളരെ ആശ്വാസകരമായ വാർത്ത അരുൺകുമാർ. ഈ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നു. ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഇപ്പോൾ DFOക്ക് വിവരം ലഭിച്ചത്. DFO ആണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത്. ഈ അകത്ത് ഇവിടുന്ന് 6 കിലോമീറ്റർ അകത്താണ്. അമ്മയുടെ വിവരം അറിയിക്കൂ സൈഫു. ആദ്യം അറക്കമുത്തി എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. അറക്കമുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് നിന്നാണ് ഈ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നത്. തീർച്ചയായും കുറച്ച് അകലേക്കാണ്, അതായത് താഴേക്കാണ്. നമ്മളിപ്പോൾ ഈ ഭാഗത്താണുള്ളത്. അതായത് നമുക്ക് അങ്ങോട്ട് പോയി അമ്മയെയും ബന്ധുക്കളെയും എല്ലാം വിവരം അറിയിക്കണം. 15 പേരുടെ സംഘം തീർച്ചയായും 15 പേരുടെ സംഘം ഇവർക്കൊപ്പമുണ്ട്. ഇവർ നടന്നു തന്നെ വന്നോളാം എന്നാണ് അറിയിച്ചിരിക്കുന്നത്. കാരണം ഈ ഭാഗത്തൂടെ വഴിയില്ല, റോഡില്ലാത്ത ഭാഗമാണ്, വനമേഖലയാണ്. അതുകൊണ്ട് തന്നെ ഇവർ ഈ ഭാഗത്ത് നിന്ന് നടന്നു തന്നെ വന്നോളാം. 6 കിലോമീറ്റർ എന്നാണ് പറയുന്നത്. എന്തായാലും ആശ്വാസകരമായ വാർത്ത വന്നിരിക്കുന്നു. 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നു. അറക്കമുത്തി എന്ന ഭാഗത്ത് നിന്ന് ഇന്നലെ ഉച്ചയോടുകൂടി വീട്ടിൽ നിന്ന് പോയവരാണ്. അതിനുശേഷം ഒരു വിവരവും ഉണ്ടായിരുന്നില്ല. ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് പിന്നീട് ബന്ധപ്പെടാനും സാധിച്ചിരുന്നില്ല. പശുവിനെ തേടി പോയതായിരുന്നു. പിന്നീട് പശു വൈകിട്ട് തിരിച്ചെത്തിയെങ്കിലും ഈ 3 പേരും എത്തിയിരുന്നില്ല. എന്തായാലും ഇപ്പോൾ ഊർജിതമായി നടത്തിയ അന്വേഷണത്തിനൊടുവിൽ ഇപ്പോൾ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നു. നേരത്തെ തന്നെ ഒരു പ്രദേശവാസികൾക്ക് ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കാരണം ഈ വെളിച്ചം വീശുന്ന സമയത്ത് ഇവർക്ക് കണ്ടെത്താനാകും, അല്ലെങ്കിൽ ഇവർക്ക് തിരിച്ചു വരാനാകും എന്നുള്ളതാണ്. കാരണം വൈകിട്ടോടുകൂടി ചിലപ്പോൾ വഴി തെറ്റി മാറിപ്പോയതാകാം, ദിക്ക് മാറിപ്പോയതാകാം എന്നുള്ളതായിരുന്നു ഈ പ്രദേശവാസികളുടെ ഒരു അനുമാനം. കാരണം നേരത്തെയും സമാനമായ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. നിലവിൽ ആശ്വാസകരമായ വാർത്തയാണ്. 3 സ്ത്രീകളെയും കണ്ടെത്തിയിരിക്കുന്നു. കാണാതായ പാറക്കുട്ടി, ഡാർലി, മായ 3 പേരെയും കണ്ടെത്തിയിരിക്കുന്നു. മായയുടെ പശുവിനെയായിരുന്നു പിന്നെയാന്ന് മുതൽ കാണാതായത്. രാവിലെ മോർണിംഗ് വാക്കായി കാട്ടിനകത്തൂടെ അല്ലേ? ആശ്വാസകരമായ ഒരു വാർത്ത. അല്പം ആശങ്കപ്പെടുത്തുന്ന ഒരു വാർത്തയായിരുന്നെങ്കിലും ഇപ്പോൾ ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നല്ല ഓക്സിജനൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ആശങ്കയായിരുന്നു. അല്പസമയം മുമ്പ് വരെയും ആശങ്ക വഴിമാറുന്നു. സൈഫുനീസ ഇപ്പോൾ ഈ ഡാർലിയുടെ അമ്മയെ വിവരം അറിയിക്കും. മായയുടെ അമ്മയും പാറക്കുട്ടിയും അമ്മയും ഒക്കെ കാര്യങ്ങൾ അറിയിക്കും. പാറക്കുട്ടിയും മായയും ബന്ധുക്കളാണ്. മായയുടെ അമ്മ അല്പസമയം മുമ്പ് കരഞ്ഞ് നമ്മളോട് ഈ ആശങ്ക അറിയിച്ചിരുന്നു. ഇപ്പോൾ ഡാർലിയുടെ അമ്മയെ വിവരം അറിയിക്കാൻ വേണ്ടി സൈഫുനീസ വളരെ വേഗം പോവുകയാണ്. കാര്യം ആ അമ്മ ഇന്നലെ മുതൽ ഭക്ഷണം കഴിച്ചിട്ടില്ല. മകൾ പോയതോർത്ത് വലിയ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. ഡാർലിയുടെ അമ്മയാണ് നമ്മൾ അല്പസമയം മുമ്പ് കണ്ടത്. മോൾ പോയി സങ്കടപ്പെട്ടിരിക്കുകയാണ്. ഭക്ഷണം കഴിച്ചിട്ടില്ല എന്നൊക്കെ അമ്മ പറഞ്ഞു. അപ്പോൾ അമ്മയെ വിവരം എത്രയും പെട്ടെന്ന് അറിയിക്കേണ്ടതുണ്ട്.